സാധാരണ മട്ടൺ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് സാധാ ഒരു മട്ടൻ്റെ കഴിക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര ജ്യൂസിയാണ്, ഒരു പ്രത്യേക ഫ്ലേവർ. ടേസ്റ്റ് ഇവിടെ വന്ന് തന്നെ കഴിക്കണമായിരിക്കും, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടുന്നില്ല. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിപ്പോൾ ഉള്ളത് പിസ്ത ഹൗസിലാണ്. ഹൈദരാബാദിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ, വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന പിസ്ത ഹൗസിലാണ്. ഇവിടെ നമ്മൾ ഇവിടുത്തെ മാത്രം ഹൈലൈറ്റ് ആയിട്ടുള്ള പത്തർക്ക ഗോസ്റ്റും സാഫ്രോൺ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തെലങ്കാന ഡിസ്ട്രിക്റ്റിലെ ഗച്ചിബൗളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പിസ്ത ഹൗസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് ബേക്കറികളും ഹോട്ടൽസും റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട് ഉള്ള ഒരു വലിയ ബ്രാൻഡാണ് കേട്ടോ ഈ പിസ്ത ഹൗസ് എന്ന് പറയുന്നത്. നമ്മൾ പിസ്ത ഹൗസിൻ്റെ പുറത്തെ കാഴ്ചകളുണ്ട്, ഇനി അകത്തെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. ഇതിനകത്തോട്ട് കയറുന്ന ഉടനെ തന്നെ വെയിറ്റിംഗ് ലോഞ്ചും ബേക്കറിയും കൂടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കാണാം. ഇവിടെയാണ് നമ്മുടെ ബുക്കിംഗ് എടുക്കുന്നത്. ബുക്കിംഗ് എടുത്തതിന് ശേഷം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. ഈ വെയിറ്റിംഗ് ഏരിയ മുഴുവനായിട്ട് ബേക്കറിയാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 2 പേരേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷവും നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓരോ ഫുഡിനും അനുസരിച്ച് 15-20 മിനിറ്റോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കുറച്ച് സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഗ്രേവി, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് എന്താണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പുതിന ചട്നിയാണ്. പുതിനയും തൈരും കട്ട തൈരും കൂടി മിക്സ് ചെയ്തിട്ട് പുതിനയുടെ ടേസ്റ്റും ഉണ്ട്, കുറച്ച് പുളിപ്പുണ്ട്. അങ്ങനെ ഒരു ചട്നിയാണത്. തിക്ക് ഗ്രേവിയാണ്. കഴിച്ചു നമുക്ക് നമ്മുടെ മസാല ഗ്രേവി തന്നെ കുറച്ച് കാഷ്യൂവിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി. എനിക്ക് നമ്മുടെ പാലക്കാടൊക്കെ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന സൈഡായിട്ട് എന്താ കായ്ക്കറി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇവർ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഡിഷ്. അപ്പുറമുള്ള ടേബിളിലൊക്കെ കൊണ്ടുപോയി സെർവ് ചെയ്യുന്നത് നോക്കി വെള്ളം ഇറക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. 10-15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 25ഓളം മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് നമ്മുടെ പത്തർക്ക ഗോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് തരുന്നുണ്ട് ഒരു പുള്ളി. ഇനി നമുക്കത് എന്താണ് സംഗതി, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല സ്മോക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം നല്ല ചൂടിൽ സ്ലോ കുക്കാക്കി എടുത്തിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പത്തർക്ക ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് കല്ലിൻ്റെ മുകളിലിട്ട് ചുട്ടെടുക്കുന്നതാണെന്നാണ് പറയുന്നത്. എന്തായാലും പുള്ളിയുടെ സെർവിങ് പരിപാടി കഴിഞ്ഞ് ഇനി നമ്മളത് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് പറയാം കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി എന്തായാലും നമുക്ക് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. മീറ്റ് ശരിക്കും എന്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ശരിക്കും അലിഞ്ഞു പോകുന്ന രീതിയിൽ സൂപ്പർ, ഒരു രക്ഷയില്ല, സൂപ്പർ. ഈ പത്തർക്ക ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന അല്ലാട്ടോ, ഒരു മെയിൻ കോഴ്സ് തന്നെയാണത്. നല്ല രസം, നല്ല ടേസ്റ്റ്. ഇതുണ്ട് ശരിക്കും ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ കല്ലിൻ്റെ മുകളിൽ ഇട്ടിട്ടേ മട്ടൻ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഈ പുതിനയും തൈരും പാടെ കൂട്ടിയിട്ടുള്ള ഒരു ചട്നി ഉണ്ട് കേട്ടോ. ഈ ചട്നിയാണ് ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത്. ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. എന്നിട്ട് ഒരു ചെറിയ പീസ് എടുത്ത് നോക്കുന്നു. ചെറിയ പീസ് എടുത്ത് നോക്കുന്നു. ആ മട്ടൻ്റെ ടേസ്റ്റും പുതിനയുടെയും തൈരിൻ്റെയും കൂടെയുള്ള ആ ഒരു ടേസ്റ്റ് സാധാരണ നമ്മൾക്ക് പുതിന ചട്നി പോലെ അല്ല കേട്ടോ. അത് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അതും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു കഴിക്കുമ്പോഴല്ലോ ഒരു രക്ഷയില്ല. ഈ കല്ലിൻ്റെ മുകളിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന് സ്ലൈസ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ആ ജ്യൂസി ആയിട്ട് നമുക്ക് കഴിക്കേണ്ട കേട്ടോ കൊണ്ട് പറയാം. ആ ജ്യൂസി ആയിട്ട് നമുക്കിത് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ മട്ടൻ്റെ ആ ഫാറ്റ് ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രയ്ക്ക് ജ്യൂസി. പിസ്ത ഹൗസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ശൃംഖലയുണ്ട്, വലിയൊരു ഹോട്ടൽ ശൃംഖലയാണ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാ ബ്രാഞ്ചിലും പോലും നമുക്ക് ഈ ഫുഡ് അവൈലബിൾ ആണ്. അതേപോലെ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഹൈദരാബാദിൽ വരുന്ന സമയത്ത് ഹൈദരാബാദ് ദം ബിരിയാണി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ബിരിയാണി. അതേപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും സ്പെഷ്യൽ മസാലയും
ഒരു സ്പെഷ്യൽ ഡിഷുമാണ് ഈ പത്രക ഗോസ്റ്റ് എന്ന് പറയുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് എല്ലാവരും വരുന്ന സമയത്ത് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്ത് ഓർഡർ ചെയ്തത് നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണിയാണ്. അപ്പം ദം ബിരിയാണി വന്നിട്ടുണ്ട്. അതും മട്ടൻ ദം ബിരിയാണി തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവർ വന്നത് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര വൃത്തിയായിട്ടൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സെർവിങ് തന്നെ നമുക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നും. അത്രയും പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാഫ്സാണ് ഇവിടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൈഡ് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒണിയനും അതേപോലെ തന്നെ നമ്മുടെ ലെമണും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് തൈരിൻ്റെ ഒരു സംഭവം, പിന്നെ ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്സാണ്. അത്ര എല്ലാം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ മട്ടനാണ് നമ്മൾ പറഞ്ഞത്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എല്ലാം വളരെ നല്ല സാധനമാണ് കേട്ടോ. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ഒരു വെറൈറ്റി ആകാൻ വേണ്ടിയിട്ട് മട്ടനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നെ ദിവസം ചിക്കൻ ട്രൈ ചെയ്യാം. ആണല്ലേ, മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നല്ല ജ്യൂസി, മറ്റേ നമ്മൾ ഗോസ്റ്റ് കഴിച്ചില്ല അതുപോലെ തന്നെ നല്ല ജ്യൂസിയാണ്. നന്നായിട്ട് നമ്മുടെ ഈ ഗരം മസാലയുടെ നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ സാഫ്രോൺ ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്. സാഫ്രോൺ ഉണ്ടോ അറിയില്ല, സാഫ്രോൺ അങ്ങനെ കാണുന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മേ ബി ഫ്ലേവർ ചെറിയൊരു ഫ്ലേവർ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ, നമുക്ക് ഈ ഗ്രേവിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഏതാണ് നല്ല ബെറ്റർ സൈഡ് ഡിഷസ്, ഏതാണ് നല്ല കോമ്പിനേഷൻ നമുക്ക് നോക്കാം. കൊള്ളാം. നമ്മുടെ തൈര് നാട്ടിലേക്ക് പോലെ തന്നെ തൈരും ബിരിയാണിയുടെ കൂടെ കഴിക്കില്ല ഒരു ഫീലാണ്. അടുത്തൊരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവിയുടെ എന്താ ഈ ഗ്രേവി കടുകെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കടുകെണ്ണയുടെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ടേസ്റ്റ് തോന്നുന്നുണ്ട്. മീൻസ് വെറൈറ്റി ടേസ്റ്റാണ്. നല്ലതാണ്. എങ്ങനെയുണ്ട് സംഭവം കൊള്ളാം. പക്ഷെ നമ്മുടെ ബിരിയാണി പോലെ ഒന്നല്ല, അതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷേ ഈ ടേസ്റ്റ് സൂപ്പറാണ്. നല്ല ഫ്രാഗ്രൻസും ഉണ്ട്. അതുപോലെ മീറ്റൊക്കെ ആണെങ്കിലും സോഫ്റ്റാണ്. കുറച്ച് ഉപ്പുണ്ട്, ബട്ട് അതർവൈസ് സൂപ്പർ. ഭയങ്കര സോഫ്റ്റ് കണ്ടോ. അതുപോലെ നല്ല ഫ്രഷ് മട്ടനാണ്, ജ്യൂസി ആയിട്ടായിരിക്കുന്നത്. കൊള്ളാം. അപ്പോൾ നമ്മുടെ പത്തർക്ക ഗോസ്റ്റും ഹൈദരാബാദ് ദം ബിരിയാണിയുടെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിലാക്കൽ.